എന്നൊക്കെയാണോ ഭാരതത്തിൽ സ്ത്രീകൾ അബലകളായത്, അന്നൊക്കെയായിരുന്നു ഭാരതം അധപ്പതിച്ചത് എന്ന് ഭാരതത്തിൻ്റെ വീരപുത്രൻ വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീയുടെ ശക്തി ഏറ്റവും കൂടുതൽ നാം അനുഭവിക്കുന്നതും പ്രകടമാകുന്നതും അമ്മയിലൂടെയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലയാളം മാഷ് പറഞ്ഞ ഒരു കഥ, അത് ഏതിലാണ് എവിടെ നിന്നാണെന്നറിയില്ല, പക്ഷെ ഇന്നും ആ കഥ ഓർക്കുമ്പോൾ ഉള്ളിൽ ഒരു നൊമ്പരമുണ്ട്. ശരിക്കും കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരമ്മ, ഒരു മകൻ, ഭർത്താവ് നേരത്തെ മരിച്ചുപോയി, വളരെ കഷ്ടപ്പെട്ട് കുട്ടിയെ വളർത്തുന്നു. അവൻ മിടുക്കനായിട്ട് പഠിച്ചു, ജോലി കിട്ടി, അമ്മ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പുത്രൻ്റെ ഭാര്യയ്ക്ക് അമ്മയോടൊപ്പമുള്ള താമസം അത്ര ഇഷ്ടമല്ലാണ്ടായി, മാറി താമസിക്കാമെന്ന് പറഞ്ഞു. മകൻ്റെ സന്തോഷം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു, മക്കൾ മാറി താമസിച്ചോളൂ എന്ന് പറഞ്ഞു. 5-6 മാസം കഴിഞ്ഞു, അമ്മ ഒറ്റയ്ക്കായി, മകനും ഭാര്യയും വേറെ താമസമായി. കഥയാണ്. പക്ഷെ എന്നും അമ്മയെ കാണാനും വന്ദിക്കാനും ഈ പുത്രൻ വരുമായിരുന്നു. താൻ എന്തിനു വേണ്ടിയിട്ടാണോ ഭർത്താവിനെ മാറ്റി താമസിപ്പിച്ചത് അത് നടക്കില്ല എന്നറിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് വിഷമായി. എന്നും എന്തിനാ പോണേന്നായി. പോക്ക് ആഴ്ചയായി. ആഴ്ചയിൽ ഒരിക്കൽ എന്തിനാ പോണേന്നായി. അമ്മയോട് പറഞ്ഞു, മാസത്തിൽ ഒരിക്കൽ വന്നാൽ മതി മക്കളെ, നീ സന്തോഷമായിട്ടിരുന്നാൽ മതി. അങ്ങനെ മാസത്തിലൊരിക്കൽ പോക്കായപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തിനാ എല്ലാ മാസത്തിലും പോയി കാണണേ, 6 മാസം കൂടുമ്പോൾ പോയാൽ പോരെ. അമ്മയോട് വിവരം പറഞ്ഞു, 6 മാസത്തിലൊരിക്കൽ നീ വന്നാൽ മതി, കാരണം നിന്നെ ഒന്ന് കാണണമെന്നേ അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ, നീ സന്തുഷ്ടനായിരിക്കണം, അമ്മയ്ക്ക് കണ്ടില്ലെങ്കിൽ വിഷമമില്ല. പിന്നെ നമ്മൾ കഥകളിൽ കേൾക്കുന്ന പോലെ ഭാര്യയ്ക്ക് അസുഖം. ഒരു ദിവസം അമ്മയെ കാണാൻ ചെന്ന് പറഞ്ഞു, അവൾക്ക് രോഗമാണ്, മാറില്ലാത്ത രോഗമാണ്. ഏതോ ഒരു വൈദ്യനെ കണ്ടു, വൈദ്യൻ മരുന്ന് വിധിച്ചു. എന്താണ് മരുന്ന്? ആ മരുന്ന് കിട്ടാൻ വിഷമമാണ് അമ്മേ. ഒരു സന്ധ്യാവേളയാണ്, മഴക്കാലമാണ്. ഈ സമയത്താണ് മകൻ ഈ സന്ധ്യാസമയത്ത് വീട്ടിൽ ചെന്ന് അമ്മോട് പറയണത്, ഭാര്യയ്ക്ക് അസുഖമാണ്, മാറാൻ ബുദ്ധിമുട്ടാണ്, അതിന് മരുന്നില്ല, ഉള്ള മരുന്ന് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അമ്മ പറഞ്ഞു, അങ്ങനെയല്ല, മരുന്നുണ്ടെങ്കിൽ ഈ അമ്മ മേടിച്ചു തരുവത്, കാരണം നീ സന്തോഷവാനായിരിക്കണം. നിന്റെ ഭാര്യ ആരോഗ്യവതിയാണെങ്കിലേ നീ സന്തുഷ്ടനാവുകയുള്ളൂ. അതുകൊണ്ട് എന്താണ് ആ മരുന്ന്? പറഞ്ഞു, അമ്മയുടെ കരള് കൊണ്ടുണ്ടാക്കുന്ന മരുന്ന് കൊണ്ടേ എൻ്റെ ഭാര്യയുടെ അസുഖം മാറൂ എന്ന് വൈദ്യം പറഞ്ഞു. ഭാര്യ പറഞ്ഞു വിട്ടതാണേ. അവൻ ഭർത്താവ് കൂടുതലൊന്നും ആലോചിച്ചില്ല. കഥയെ ചോദ്യമൊന്നും ചോദിക്കരുത്. ഇത്രയുള്ളോ മക്കളെ, അമ്മ അത് ശരിയാക്കി തരാം. അമ്മ അകത്തേക്ക് കയറി മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചു. കഥയിൽ തിരിച്ചു ചോദ്യം ചോദിക്കരുത്. മുറിക്കകത്ത് ചെല്ലുമ്പോൾ അമ്മ തൻ്റെ ചങ്ക് പിളർന്ന്, കത്തി കൊണ്ട് ചങ്ക് പിളർന്ന് അതിൽ നിന്ന് കരള് പറിച്ചെടുത്ത് മകൻ്റെ കൈ കൊടുക്കുകയാണ്. ഓടിച്ചെല്ലൂ, അവൾക്ക് മരുന്നുണ്ടാക്കി കൊടുക്കൂ. ഈ കരളും മേടിച്ചുകൊണ്ട് ആ മകൻ ഓടുകയാണ്. പ്രകൃതി ഞെട്ടി വിറച്ചു. ഇടിവെട്ടി, മഴ ഭീകരമായി. പോകുന്ന പോക്കിൽ എവിടെയോ തട്ടി ഇവൻ തെറിച്ചു വീണു. അവൻ്റെ കയ്യിലിരുന്ന കരളും തെറിച്ചു വീണു. അപ്പോഴവനൊരു ശബ്ദം കേട്ടു, മക്കളെ നിനക്ക് വല്ലതും പറ്റിയോ, മക്കളെ നിനക്ക് വല്ലതും പറ്റിയോ. ആ ശബ്ദം എവിടെ നിന്നാണെന്ന് അവൻ നോക്കുമ്പോൾ അവൻ കാണുകയാണ്, അമ്മയുടെ പറച്ചിട്ട കരളിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത്. മക്കളെ നിനക്ക് വല്ലതും പറ്റിയോ. ഇതാണ് അമ്മ. മരിച്ചാലും ശരീരം പോയാലും നമുക്കൊപ്പം ശരീരമുള്ളപ്പോൾ എന്തായിരുന്നോ കാവൽ, അതിനേക്കാൾ കാവൽ നിൽക്കുന്ന അമ്മ. ഈ അമ്മയെ മറന്നതാണ് നമ്മുടെ അധപ്പതനത്തിൻ്റെ മുഖ്യ കാരണം. അമ്മയുടെ ശക്തി മറന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. വിനോബാജി തൻ്റെ അമ്മയെക്കുറിച്ച് സ്മരിക്കുന്ന ഭാഗത്ത് പറയും, ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് വഴികാട്ടിയായിരുന്നു എൻ്റെ അമ്മ. മരിച്ചു കഴിഞ്ഞപ്പോൾ ജീവിച്ചിരുന്നതിനേക്കാൾ വ്യക്തമായി എൻ്റെ അമ്മ എനിക്ക് വഴികാട്ടുന്നു. ശിവജി കോട്ട പണിത സമയം
അമ്മയുടെ ഒന്ന് രണ്ട് മുഖങ്ങൾ മാത്രം ഞാൻ കാണിച്ചു തരാൻ ശ്രമിക്കുകയാണ്. കോട്ട സന്ധ്യയോടുകൂടി അടയ്ക്കും. ഇത് ഭഗവാൻ ബാബ പറഞ്ഞൊരു കഥയാണ്. അവിടെ ഹീര എന്ന ഒരു പച്ചക്കറി വിൽക്കുന്ന ഒരു സ്ത്രീ രാവിലെ കോട്ടയ്ക്കകത്ത് വരും. കോട്ട 6 മൈലുകളോളം ഉണ്ട്. അതിൻ്റെ അകത്ത് മുഴുവൻ പച്ചക്കറി വിൽക്കും. വൈകുന്നേരം കോട്ട അടയ്ക്കുന്നതിന് മുമ്പ് പുറത്ത് ചാടും. വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകില്ല. വീട്ടിൽ അവളുടെ ഒരു അമ്മയും കൈക്കുഞ്ഞും മാത്രമേ ഉള്ളൂ. അന്ന് കച്ചവടം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്കും കോട്ടയുടെ വാതിൽ അടഞ്ഞിരിക്കുന്നു. അടഞ്ഞ കോട്ടവാതിൽ നേരം വെളുത്താലേ തുറക്കൂ. അവൾ കരഞ്ഞപേക്ഷിച്ചു, എൻ്റെ കുഞ്ഞു ഒറ്റയ്ക്കാണ്, അവന് ഞാൻ ചെന്നിട്ട് വേണം ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ. എൻ്റെ അമ്മ വൃദ്ധയാണ്, അവർക്കാരും കാവലില്ല, ഒന്ന് തുറന്നെന്നെ വിടൂ. കാവൽക്കാർക്ക് ഇത് രാജ്യത്തിൻ്റെ നിയമമാണ്, കോട്ടയുടെ സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമാണ്. അടച്ച കോട്ടവാതിൽ നേരം പുലർന്നാലേ തുറക്കാൻ പറ്റുള്ളൂ. അവൾ ഏറെ നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. ഇവർക്ക് തുറന്നു കൊടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ കോട്ട തുറക്കുമ്പോൾ കോട്ടവാതിലിന് പുറത്ത് ഹീരയെ കണ്ട് കാവൽക്കാർ അമ്പരന്നു പോയി. ഇവൾ എങ്ങനെ പുറത്തുപോയി? സുരക്ഷ ഗംഭീരമായൊരു കൊട്ടയ്ക്കകത്തുനിന്നും എങ്ങനെ ഇവൾ പുറത്തു ചാടി? കൈയോടെ ശിവജി മഹാരാജിന്റെ തിരുമുമ്പിലേക്ക് ഇവളെ കൊണ്ടുപോവുകയാണ്. കിലുകില വിറച്ചു, നീ എങ്ങനെ ഇവിടുന്ന് പുറത്തു ചാടി? ഞാൻ കോട്ടയുടെ ഒരു മൂലയിലൂടെ പുറത്തു ചാടി. എങ്കിലും എനിക്ക് ആ സ്ഥലം കാണിച്ചു തരണം. കാരണം സുരക്ഷിതമായി കോട്ടയ്ക്കകത്തുനിന്ന് പുറത്തു പോകാൻ ഒരു വഴിയുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം. എങ്കിൽ അതുവഴി ശത്രുക്കൾക്ക് അകത്തേക്കും കയറാമല്ലോ. അങ്ങനെ ശിവജി ഇവരെ വിളിച്ചുകൊണ്ട് ഇവരേതിലൂടെയാണ് കടന്നു വന്നത് എന്ന ഭാഗത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ആ കൊട്ടാരത്തിന് ചുറ്റും നിൽക്കുന്ന വലിയ ഉയരമുള്ള കോട്ടയുടെ ഒരു പ്രത്യേക ഭാഗം ചെന്ന് ചേരുന്നത് ഒരു മലയോടാണ്, പാറക്കെട്ടിനോടാണ്. ആ പാറക്കെട്ടിലൂടെ അവൾ പറഞ്ഞു, ഞാൻ ഈ പാറക്കെട്ടിലൂടെ കയറി മുകളിലെത്തി, കയറു കാണട്ടെ എന്ന് പറഞ്ഞു. അവൾ കയറി. ഇവിടുന്ന് ഞാൻ താഴത്തേക്ക് ഇറങ്ങി, ഒന്ന് ഇറങ്ങി കാണിക്കൂ എന്ന് പറഞ്ഞു. അവൾ താഴത്തേക്ക് പോകുമ്പോൾ തലക്കറങ്ങി. ഹീരയ്ക്ക് വയ്യ, എനിക്ക് ആവില്ല, എനിക്ക് തലക്കറങ്ങുന്നു. ഇന്നലെ നീ എങ്ങനെ ഇറങ്ങിയത്? എനിക്കറിയില്ല. പക്ഷെ ഇന്നലെ ഞാൻ ഇറങ്ങി. കാരണം ഇന്നലെ ഇതിന്റെ മുകളിൽ കയറുമ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ കുഞ്ഞ്. എൻ്റെ കുഞ്ഞിനെ ഓർത്തപ്പോൾ ഈ കിഴക്കാൻ തൂക്കമായ പാറയായി എനിക്ക് തോന്നിയില്ല. ഇന്ന് എനിക്ക് ഇതിലൂടെ ഇറങ്ങാനുള്ള കരുത്തില്ല. ശിവജി പറയുന്നുണ്ട്, ഒരമ്മയ്ക്ക് ഇതിന് സാധിക്കൂ. ഇതായിരുന്നു അമ്മ. ഇങ്ങനെയായിരുന്നു നമ്മളുടെ അമ്മമാരെ രൂപപ്പെടുത്തിയിരുന്നത്. പക്ഷേ എന്തു പറ്റി നമുക്ക് എന്നുള്ളിടത്താണ് ഇനി ചിന്ത വരേണ്ടത്.